ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാക്സിമം 3 ദിവസം. അതുവരെ ഞാൻ ക്ഷമിക്കും. അതിനിടയിൽ ഈ പ്രശ്നം തീർന്നില്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ എനിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ ഇടപെടേണ്ടി വന്നാൽ പിന്നെ നിന്റെ ഭാഗത്ത് എന്ത് ന്യായം ഉണ്ടെങ്കിലും എനിക്ക് അർച്ചനോടൊപ്പം മാത്രമേ നിൽക്കാൻ കഴിയൂ. മാർഗമല്ലല്ലോ സാർ, ലക്ഷ്യമല്ലേ പ്രധാനം. ലക്ഷ്യം പോലെ മാർഗവും ശുദ്ധമായിരിക്കണം എന്നാണ് എന്റെ വിശ്വാസം. ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അത് ചെയ്തു തീർത്തിട്ടേ ഇവക്ക് സമാധാനം ഉണ്ടാവും. അതേപോലുള്ള ഒരു രീതിയാണ്. ഞാൻ പറയുന്നത് സാർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. വിശ്വസിച്ചില്ലെങ്കിലും എനിക്കത് പ്രശ്നമല്ല. സാർ, ഇതൊന്നും ചതിയിലൂടെ ഞാൻ പിടിച്ചു വാങ്ങിയതല്ല. എനിക്ക് അർഹതപ്പെട്ട സ്വത്താണ്. എന്റെ അച്ഛനെ ചതിച്ച് സേതുമാധവൻ സ്വന്താക്കിയത് അയാളിൽ നിന്ന് ഞാൻ തിരിച്ചു വാങ്ങി. അതിനെ ചതിയെന്ന് പറയാൻ പറ്റുമോ? അതിനാണ് ഈ രാജ്യത്ത് നിയമമുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കോടതി പോയില്ല? ആ മാറ്റർ നമുക്ക് വിടാം സാർ. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ദയവേത് സാർ ഈ പണം സ്വീകരിക്കണം. എന്നിട്ട് എനിക്ക് വേണ്ടി കോടതിയിൽ വാദിക്കണം. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സത്യം അവരുടെ പക്ഷത്താ. പണമാണ് മനുഷ്യന്റെ മൂല്യം തീരുമാനിക്കുന്നെന്ന് അവൻ നീ വിശ്വസിക്കുന്നുണ്ടോ? യെസ്, പണമില്ലാത്തവൻ പിണം, അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. പണമില്ലാതെ ഈ ലോകത്തൊന്നും നടക്കില്ല സർ. പണത്തിനേക്കാൾ വലിയ പല മൂല്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതിനെക്കുറിച്ച് അവന്തിക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ഈ മേശപ്പുറത്ത് കൊണ്ടുവച്ച പണമുണ്ടല്ലോ, ഇതിനേക്കാൾ കൂടുതൽ പണം മറ്റ് പലരും ഇവിടെ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ മുമ്പിലൊന്നും എന്റെ നട്ടല് വളഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രനെ നിങ്ങൾ വശത്താക്കിയ കഥയൊക്കെ ഞാൻ കേട്ടു. അതുപോലെ എനിക്കും പണം തന്ന് നിങ്ങളുടെ പക്ഷത്താക്കാന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അത് തെറ്റി. ഇതേ ആള് വേറെയാ. ഈ പണം കുറഞ്ഞു പോയെങ്കിൽ സാറിന് ഇനിയും ചോദിക്കാം, എത്ര വേണമെങ്കിലും. ഇനി എത്ര പണം തന്നാലും നിങ്ങൾക്ക് വേണ്ടി കോടതി ഞാൻ വാദിക്കില്ല. പകരം അവർക്ക് വേണ്ടി ഞാൻ വാദിക്കും. ഇനി 1 രൂപ ഫീസ് തന്നില്ലെങ്കിലും ഞാൻ അവരുടെ പക്ഷത്തെ നിൽക്കൂ. കാരണം ഈ കേസിൽ ന്യായം അവരുടെ പക്ഷത്താ. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വാങ്ങിച്ചു കൊടുക്കുന്നതുവരെ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഈ പണം കൊടുത്ത് വേഗം സ്ഥലം വിടാൻ നോക്ക്. എനിക്ക് വേറെ ജോലിയുണ്ട്. സാർ ഈ കേസ് നഷ്ടപ്പെടുത്തിയതോർത്ത് സാറിന് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. എണീക്കടോ. എണീക്കടാ. എന്നെ വിലയ്ക്ക് വാങ്ങാൻ നോക്കുന്നോ? മര്യാദയ്ക്ക് സ്ഥലം വിടാൻ നോക്ക്. ഈ കേസിൽ ഞാൻ തന്നെ ജയിക്കും. സാറിനേക്കാ വലിയ വക്കീല് ഈ കേസ് വാദിക്കുകയും ചെയ്യും. ഏത് വലിയ വക്കീലിനോട് ഏറ്റുമുട്ടാൻ എനിക്ക് ഭയമില്ല. എനിക്ക് വിശ്വാസം നിയമത്തെയാ. നമുക്ക് അങ്ങ് കോടതി വെച്ച് കാണാം. ഒരു കേസിലും തോറ്റിട്ടില്ല എന്നുള്ള സാറിന്റെ അഹങ്കാരം ഉണ്ടല്ലോ, ഈ കേസോടെ അതങ്ങ് മാറും. സാറ് തോൽക്കും. തോൽക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. ഗെറ്റ് ലോസ്റ്റ്. മാമാവാ. അനുപേട്ട,
ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് അർച്ചനയുമായി സംസാരിച്ച് തീരാവുന്നേ ഉള്ളൂ. എങ്കിൽ പിന്നെ എന്തിനാ ഇനിയും വൈകുന്നത്? ഇപ്പൊ തന്നെ സംസാരിച്ചൂടെ? കൂടുതൽ വഷളാകുന്നതിന് മുമ്പേ എല്ലാം സംസാരിച്ച് തീർക്കുന്നതല്ലേ നല്ലത്? തീർക്കണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. ഇപ്പോഴത്തെ അർച്ചനയുടെ പിണക്കും പരിഭവമൊക്കെ തന്നെ എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. പക്ഷേ തൽക്കാലം അത് സഹിക്കല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. സച്ചി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളുടെ ഭാര്യയും ഭർത്താവും മാത്രം അതറിഞ്ഞാൽ മതി. പക്ഷേ നിങ്ങൾക്കിടയിലെ പിണക്കം ഈ രീതിയിൽ അത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞാൻ അവളുടെ ജ്യേഷ്ഠന. അവൾക്കൊരു പ്രശ്നം വന്നാൽ എനിക്ക് ഇടപെട്ടേ പറ്റൂ. അനുവേട്ടം വിചാരിക്കുന്ന പോലെ ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇപ്പൊ ഞാനത് പറഞ്ഞ അർച്ചന എത്രമാത്രം അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അതിന് പറ്റിയൊരു അവസരം വന്നാൽ മാത്രമേ അത് സംസാരിക്കുന്ന കാര്യം പോലും ആലോചിക്കാൻ പറ്റൂ. അന്ന് ആ ഹോസ്പിറ്റലിൽ പോയ ദിവസം, അന്നാണല്ലോ യഥാർത്ഥത്തിൽ പ്രശ്നമെല്ലാം ഉണ്ടായത്. ഞാനായിട്ടൊരു വഴി പറയാം. സംഭവിച്ചത് എന്താണെന്ന് പറയാവുന്ന രീതിയിൽ നീ എന്നോട് പറയേ. അവളോട് ഞാൻ സംസാരിക്കാം. ഞാൻ പറഞ്ഞ അവള് കേൾക്കും. അനുവേട്ട, സത്യത്തിൽ ഇതൊരു തെറ്റിദ്ധാരണയാ. ഞങ്ങൾക്കിടയിൽ ഇതല്ലാതെ വേറൊരു പ്രശ്നവുമില്ല. പക്ഷേ അർച്ചനയുടെ മനസ്സിൽ ആ തെറ്റിദ്ധാരണ വല്ലാതെ ഉറച്ചുപോയി. അത് മാറും. ഞാൻ മാറ്റിക്കോളാം. ഒരു 2-3 ദിവസം അതിനകം ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. എങ്ങനെയെങ്കിലും എന്റെ നിരപരാധിത്വം ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. നീ നിരപരാധിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മാക്സിമം 3 ദിവസം. അതുവരെ ഞാൻ ക്ഷമിക്കും. അതിനിടയിൽ ഈ പ്രശ്നം തീർന്നില്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ എനിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അങ്ങനെ ഇടപെടേണ്ടി വന്നാൽ പിന്നെ നിന്റെ ഭാഗത്ത് എന്ത് ന്യായം ഉണ്ടെങ്കിലും എനിക്ക് അർച്ചനോടൊപ്പം മാത്രമേ നിൽക്കാൻ കഴിയൂ. അതിനു മുമ്പ് ഇത് തീർക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. അനുവേട്ടം വിഷമിക്കണ്ട, ഞാനത് ചെയ്തോളാം. തീർത്താൽ അത് നിനക്ക് നല്ലത്.